ഒരിക്കൽ ഒരു രാജാവ് നായാട്ടിന് പോവുകയായിരുന്നു. ഒരു അരുവിയുടെ തീരത്തുകൂടി കടന്നു പോകവേ തലയിൽ വലിയ വിറക് കെട്ടുമായി നടന്നു വരുന്ന ഒരു വൃദ്ധൻ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാജാവ് നോക്കി നിൽക്കെ വലിപ്പമുള്ള അരുവി വൃദ്ധൻ അനായാസമായിട്ട് ചാടിക്കളഞ്ഞു. അതും തലയിൽ വലിയ വിറക് കെട്ടും ചുമന്നുകൊണ്ട്. അവിശ്വസനീയമായ കാഴ്ച കണ്ട രാജാവ് വയോധികന്റെ അടുക്കലേക്ക് ചെന്നു. വയോധികനെ അഭിനന്ദിച്ച രാജാവ് ഒരിക്കൽ കൂടി സമാനമായി അരുവിൽ ചാടി കടന്നാൽ 1000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതു സമ്മതിച്ച വൃദ്ധൻ വിറക് കെട്ടുമായി വീണ്ടും അരുവി ചാടി കടക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണ ദയനീയമായി പരാജയപ്പെട്ടു. വീണ്ടും 2 തവണ കൂടി അരുവി ചാടിക്കടക്കാൻ ശ്രമിച്ചു. എന്നാൽ വീണ്ടും പരാജയമായിരുന്നു ഫലം. ഇതോടെ രാജാവ് ചോദിച്ചു, താങ്കൾ അനായാസം അരുവി ചാടിക്കടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ, എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? വൃദ്ധൻ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, രാജാവേ, ഞാൻ ആദ്യം അരുവി ചാടിക്കടക്കുമ്പോൾ എൻ്റെ തലയിൽ ഒരു വിറക് കെട്ടിൻ്റെ ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 1000 സ്വർണ്ണ നാണയങ്ങളുടെ ഭാരം കൂടി എനിക്ക് ചുമക്കേണ്ടതുണ്ട്. ശരിയല്ലേ? അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാം ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അനാവശ്യമായ മനോഭാരങ്ങൾ ചുമന്ന് നടക്കുന്നത് കാരണം ലളിതമായ കാര്യങ്ങളിൽ പോലും നാം ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അത്തരം മനോഭാരങ്ങളെ സ്വയം കണ്ടെത്തി ഉപേക്ഷിച്ചാൽ ജീവിതം ലളിതവും കൂടുതൽ സുന്ദരവുമാക്കാനാകും.